ഹായ് ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കോട്ട ഫാബ്രിക്കിൽ ഫുൾക്കാരി വർക്കും എംബ്രോയിഡറി വർക്കും എല്ലാം ആയിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് ഈസ്റ്റർ വിഷു അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അല്ലാതെയൊക്കെ ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്ന നല്ല ഭംഗിയുള്ള സെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിലേക്ക് എന്നിട്ട് സ്ക്രീൻഷോട്ടും കൂടി അയക്കണേ. നമുക്ക് ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്നിട്ട് സ്ക്രീൻഷോട്ടും കൂടി അയക്കണം. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അവരുടെ പേരും കൂടി ഗിവ് അവേയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് സെറ്റ് വരുന്നത്. നിറയെ നെറ്റ് കോട്ട ഫാബ്രിക്, അതിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഫുൾക്കാരി വർക്കാണ് വരുന്നത്. സെൽഫായിട്ടുള്ള ത്രെഡിന്റെ ഒരു കളർ ഷെയ്ഡിൽ തന്നെ ഫുൾക്കാരി വർക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ യോക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലാവണ്ടറിന്റെ ഒരു വൈൻ കളറിന്റെ ഷെയ്ഡിലേക്ക് ഫ്ലവേഴ്സ് ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോപ്പറിന്റെ ജെറിയിൽ വരുന്ന ആ ഒരു വർക്കും പ്ലസ് അതിൽ തന്നെ ആ ഒരു സെയിം കളറിലേക്ക് തന്നെ സ്വീക്വൻസസും ഹെവി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് യോക്കിൽ വരുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെയാണ് വരുന്നത്. നല്ലൊരു രസമുള്ള നല്ല ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ ഫുൾക്കാരി വർക്ക് ആണെങ്കിലും ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. ബാക്ക് സൈഡിലേക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ടോപ്പിന് നമുക്ക് ലെങ്ത് ഒരു 45-46 ആണ് ലെങ്ത് വരുന്നത്. ഷോൾ വരുന്നതും ആ ഒരു നെക്കോട്ട ഫാബ്രിക്കിൽ തന്നെ ഇതുപോലെ ആ ഒരു സെയിം കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ടൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. സൈഡ് രണ്ടും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഷോളിലേക്ക് കൊടുക്കുന്നുണ്ട്. 2.25 മീറ്റർ ആണ് ഷോളിന് ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ മെറ്റീരിയലാണ്. ആ ഒരു ഇതുപോലെയാണ് വരുന്നത്. ഇതിനകത്ത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ക്രേപ്പ് മെറ്റീരിയൽ ഇതിനകത്ത് ലൈനിങ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് നെക്സ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലൈനിങ് വിത്ത് ബോട്ടം കൂടിയാണ് വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1149 ആണ്. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. ഷെയ്ഡുകളെല്ലാം തന്നെ ഈ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. ഈ എംബ്രോയിഡറി വർക്കിൽ വരുന്ന മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ കളർ ഷെയ്ഡിൽ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ. ഇതിനകത്ത് ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു പാറ്റേണിൽ മാത്രം ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. കളർ ഷെയ്ഡിൽ നല്ലൊരു ഗ്രേയുടെയും ഒരു ആഷ് കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് ആ ഫ്ലവേഴ്സ് പോകുന്നത്. ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് പോകുന്നത്. അല്ലാതെ ആ ഒരു കോപ്പറിന്റെ ജെറിയിൽ വരുന്ന ആ ഒരു വർക്ക് എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം വരുന്നത്. ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ നിറയെ ഫുൾക്കാരി വർക്കാണ് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിലേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. ക്രേപ്പിന്റെ നല്ല മെറ്റീരിയൽ ആണ്. ഇതാണ് ലൈനിങ് ആയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലെ വരുന്നു. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിൽ യോക്കിൽ വരുന്ന ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് ഷോളിന്റെ ബോർഡർ ആയിട്ടും കൊടുക്കുന്നത്. ഇങ്ങനെ പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു പിങ്കിന്റെയും പീച്ചിന്റെയും കളറിലാണ് കേട്ടോ. ഇതുപോലെ ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഫുൾക്കാരി വർക്കിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബോഡിയിൽ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫുൾക്കാരി വർക്കും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സാൻറ്റൂൺ ഫാബ്രിക്കിലേക്കാണ് ബോട്ടം വരുന്നത്. ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്ന സൈഡ്സിലേക്ക് ആ നല്ല ഭംഗിയുള്ള ബോർഡർ കൊടുക്കുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ടും ബോഡിയിലേക്ക് ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെയാണ്. ഒരു പീക്കോ ഗ്രീൻ്റെയും ഒരു ലൈറ്റ് ഗ്രീൻ്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ട് വരുന്നു. നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനെ ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. ബോട്ടം വരുന്നുണ്ട് സാൻറ്റൂൺ മെറ്റീരിയലിലേക്ക് ഇതുപോലെ ക്രേപ്പിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മൾ ആദ്യം കണ്ട ഈ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ഫ്ലവറിലൊരു പാറ്റേൺ, അതായത് നമ്മൾ നേരത്തെ കണ്ടതിലും ചെറിയൊരു ഫ്ലവറിൽ കുറച്ചുകൂടെ വലിയ ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അത്രയും വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. ഇതിനകത്തേക്കും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷോളിന് വരുന്നതും ഇതുപോലെ. എങ്ങനെയാണ് ഷോള് വരുന്നത്? ആ ഫ്ലവറിന്റെ വലുപ്പത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നെക്സ്റ്റ് ചാർട്ട് വരുന്ന എല്ലാം സെയിം തന്നെയാണ്. അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബോർഡറിൽ ചെറിയൊരു നല്ല ഭംഗിയുള്ള ബോർഡറോട് കൂടിയിട്ട് വരുന്നു. സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ഷോളിന്റെ ബോഡിയിലേക്കും പോകുന്നുണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ഗ്രേയുടെയും ഒരു ആഷിന്റെയും കോമ്പിനേഷൻ ഇതുപോലെ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു കേട്ടോ.
ഇങ്ങനെയാണ് വരുന്നത്. ഷോളിലും സെയിം ആ ഒരു ബോർഡർ തന്നെ വരുന്നു. ഇങ്ങനെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. പ്രൈസ് സെയിം ആണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന പിങ്കിൻ്റെയും പീച്ചിൻ്റെയും കോമ്പിനേഷൻ. ഇതുപോലെ ആ ഒരു ഫുൾക്കാരി വർക്കിൻ്റെ പാറ്റേണും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. വ്യത്യാസം ഒന്നും വരുന്നില്ല. ഫ്ലവറിൻ്റെ ആ ഒരു വലുപ്പത്തിൽ മാത്രമേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഷോള് വരുന്നത് ഇങ്ങനെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ വരുന്നത് പോലെ ഒരു പീക്കോക്ക് ഗ്രീൻ്റെ ലൈറ്റ് ഗ്രീൻ്റെ കോമ്പിനേഷൻ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സാൻഡൂൺ ബോട്ടവും ക്രേപ്പിലാണ് ആ ഒരു ലൈനിങ് വരുന്നത്. ഷോള് വരുന്നത് പോലെ ചെറിയ ബോർഡർ, നല്ല ഭംഗിയായിട്ടുള്ള ബോർഡറാണ്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് വരുന്നത് സെയിം ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. നമ്മുടെ ഇന്ന് കണ്ട ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്കെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സമ്മാനങ്ങൾ മേടിക്കുക. ഡാലിയ കളക്ഷൻസിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.